വിശദമായി നോക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കേസ് NIA കോടതിയിലേക്ക്. ജാമ്യത്തിനായി കന്യാസ്ത്രീകൾ ദുർഗ് സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഇടപെടാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അപേക്ഷ പരിഗണിച്ചില്ല. ഇതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരും. ജാമ്യം ലഭിക്കാതിരുന്നതോടെ ദുർഗ് സെൻട്രൽ ജയിലിന് പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാണ്. പാർലമെന്റിലെ ഗാന്ധി കവാടത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചു. Three ladies with another bunch of ladies, they should not be manhandled and treated like this. And you cannot just accuse people of things that they are not doing. Frankly, the government doesn't take action on anything except their publicity, their PR, and when elections are coming, what face they want to show to the public. ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അറസ്റ്റെന്നും കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. We thought that police will come and rescue them because last Christmas period, I am also remembering the last Christmas period, our Honorable Prime Minister went to CPCI headquarters and he given a big bhasan and he given full promises to protect minority rights and Christians' rights. In Kerala, madam, our BJP friends, they used to go to Christmas time with a cake. They used to go to Christmas cake. But now what is happening? Last 5 days, these two innocent nuns are in jail. Without any reason. Without any reason. What a cruelty this is. If the country is a banana republic, without any reason you are keeping them in the jail. That minorities are there. That are also they are women. കന്യാസ്ത്രീകളെ കാണാൻ ഇന്നലെ അനുമതി ലഭിക്കാതിരുന്ന ഇടത് എംപിമാരുടെ സംഘം ദുർഗിലെ ജയിലിലെത്തി കൂടിക്കാഴ്ച നടത്തി. यहाँ एक नकली बनाए गए केस के ऊपर दो सिस्टर्स, दो नन्स जो सालों से गरीबों के बीच रहकर काम कर रहे हैं, ये छत्तीसगढ़ गवर्नमेंट और बीजेपी की संकीर्ण एजेंडा के तहत आज जेल में डाले गए हैं. उनकी तबीयत भी खराब है, उनकी आर्थराइटिस है, बुखार है, उनको जमीन पर सुलाया जा रहा है. इंडिया न्यूज़ थोड़ा नीचे. और आज ये हालत है कि ये नन्स को ये सवाल पूछना पड़ रहा है कि उनके ऊपर बजरंग दल वालों ने आरोप लगाया कि वो विदेशी हैं. പാർലമെന്റിന് പുറമെ കേരള രാജ്ഭവനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. BJP സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് മാർച്ച് BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന കടന്നു വരികയാണ്. KPCCയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സണ്ണി ജോസഫ് MLA, വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് വൈകിട്ട് മാർച്ച് നടത്തും. അറസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായി മലങ്കര കത്തോലിക്ക സഭയും KCBCയും രംഗത്ത് വന്നു. ഈ സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. MG മിഥുനും ഡാൻ കുര്യനുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുക. ആദ്യം MG മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, പ്രതിഷേധം ഒരു വശത്ത് കനക്കുമ്പോൾ ഇവിടെ ഏറെ നിർണായകമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് ജാമ്യം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോലും സെഷൻസ് കോടതി തയ്യാറായില്ല എന്നതാണ് സാഹചര്യം. അതിനപ്പുറം ഈ കേസ് NIA കോടതിയിലേക്ക് എത്തുന്നു എന്നതാണ്. ഈ കേസിന്റെ മാനം തന്നെ മാറുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ ഇനി ഈ നിയമ നടപടി കൂടുതൽ കടുക്കുമ്പോൾ, NIAയുടെ പരിധിയിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത
സാധ്യത അത് കൂടുതൽ ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലമാണോ? കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണോ? അതെ, തീർച്ചയായും കൂടുതൽ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേസിന് പുതിയൊരു മാനം കൈവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ന് ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ തന്നെ തുടക്കത്തിലെ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, ഇത് തൻ്റെ കോടതിയിൽ പരിഗണിക്കാൻ കഴിയുന്ന കേസല്ല, ഇത് തൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ഇന്ന് സെഷൻസ് കോടതി സ്വീകരിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ മേൽക്കോടതിയെ സമീപിക്കുക. സ്വാഭാവികമായും ഈ കേസിൽ കുറ്റം ചാർത്തിയിട്ടുള്ള വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പ് മനുഷ്യക്കടത്തടക്കമുള്ള പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത് NIA പരിധിയിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ NIA കോടതിയിലേക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾ മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി അത് മുന്നോട്ട് വെക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ ഈ ഒരു പ്ലീയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുകയും ചെയ്തത്. പിന്നീട് കോടതി ഈ ഒരു ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ബിലാസ്പൂരിലെ NIA കോടതിക്ക് കൈമാറുകയും ചെയ്തു. അതായത് സ്വാഭാവികമായും മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ NIA ഈ കേസിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ഉടൻ തന്നെ NIA ഇതിൻ്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഇത് മുന്നിൽ കണ്ടുകൊള്ളൊരു നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ളൊരു നിർദ്ദേശവും സെഷൻസ് കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം NIA ബിലാസ്പൂരിലെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന NIA കോടതിയിലേക്ക് ഈ കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു മാനം കൂടി കൈവരികയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങൾ, ഇതിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ അന്വേഷണം അടക്കം NIA ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ സമയം ഇനി ഈ കന്യാസ്ത്രീകളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് എടുക്കുമെന്നുള്ള കാര്യമാണ് വസ്തുതയായി നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ പ്രതിഷേധവും കനക്കുകയാണ്. കാരണം ഇന്ന് നാടകീയ രംഗങ്ങൾ ആയിരുന്നു ഈ ദുർഗ് കോടതിക്ക് മുന്നിൽ അരങ്ങേറുകയും ചെയ്ത പ്രതിഷേധ പ്രകടനവുമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തുകയും ഒപ്പം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് ഈ കേസ് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ അഭിഭാഷകരെത്തി ഈ കേസ് പരിഗണനയ്ക്ക് വന്നിട്ടില്ല, ഒപ്പം തന്നെ ജാമ്യം നിഷേധിച്ചു എന്നടക്കമുള്ള ചില അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് കോടതിയുടെ ചില പരാമർശങ്ങൾ വരികയും ചെയ്ത് പിന്നീട് ഈ കേസ് തള്ളിയതുമായി ബന്ധപ്പെട്ട് അവർ ആഹ്ലാദ പ്രകടനം നടത്തി വലിയ രീതിയിൽ ആഘോഷിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ വലിയ പ്രതിഷേധം ഈ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരികയും ചെയ്തു. സമാനമായ പ്രതിഷേധം ഇന്നലെയും പാർലമെന്റ് ഉണ്ടായിരുന്നു. ഇന്നും പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാർ ഇന്ന് പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം രാജ്യസഭയിൽ ഈ ഒരു വിഷയം ഉയർത്തുകയും വലിയ ബഹളമായതിനെ തുടർന്ന് രാജ്യസഭ 12 മണി വരെ നിർത്തിവെച്ച ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് ലോക്സഭയിൽ KC വേണുഗോപാലും ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള എംപിമാർ ഈ വിഷയം ഉന്നയിക്കുകയും ഒപ്പം തന്നെ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് അന്യായമായാണ് 2 സ്ത്രീകളെ, 2 കന്യാസ്ത്രീകളെ ഈ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം അത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചാർത്തിയതാണ്. അതിന് ഉടൻ തന്നെ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം, നീതി ഉറപ്പാക്കണം. കൂടാതെ തന്നെ കഴിഞ്ഞ ക്രിസ്മസിന് BJP നേതാക്കൾ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കേക്ക് കൊണ്ടുകൊടുത്ത് കാണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേക്ക് കൊടുത്തവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നുള്ള ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി KC വേണുഗോപാലിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ BJP കേന്ദ്ര നേതൃത്വം ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷനെതിരെ വ്യാപകമായ വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് അനൂപ് ആന്റണി അടക്കമുള്ള നേതാക്കൾ ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഇതിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയും ഒപ്പം തന്നെ മറ്റ് സംഘടന RSS ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയാണ്. സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതായത് എന്തിനാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്ന കേസിനെ കേരളത്തിലെ BJP അതിനെ നോക്കിക്കാണുന്നത്, ഒപ്പം തന്നെ ഈ പ്രീണനവുമായി മുന്നോട്ട് പോകരുത്, ഈ കേസിൽ ഇടപെടരുത് എന്നടക്കമുള്ള കൃത്യമായ നിർദ്ദേശം കൂടി RSS മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ വ്യാപകമായ പ്രതിഷേധത്തിനിടയിലും BJP ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കേസിൽ കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ് കന്യാസ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടികൾ തന്നെയാണ്. ഇനി NIA കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം